ലോകത്ത് ഒരു വലിയ കാലാവസ്ഥ വ്യതിയാനം തന്നെ ഉണ്ടാകാൻ പോകുന്നു എന്ന ആശങ്കയിലാണ് ഇന്ന് ശാസ്ത്രലോകം. പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെ വേഗത്തിൽ പസഫിക് സമുദ്രം ചൂടാകുന്നു. ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ആഗോളതലത്തിൽ ഉണ്ടാകുമെന്ന് ശാസ്ത്രലോകവും ഭയക്കുന്നു. പസഫിക് സമുദ്രത്തിൽ രൂപപ്പെടുന്ന എൽനിനോ അടുത്ത മാസങ്ങൾക്കുള്ളിൽ അത്യധികം ശക്തിയോടെ സൂപ്പർ എൽനിനോ ആകാനുള്ള സാഹചര്യമാണ് നിലവിലെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അത്തരം ഒരു വികസനം അത്ഭുതപൂർവമായ ആഗോള ഉഷ്ണതരംഗങ്ങളുടെയും കാലാവസ്ഥ അസ്വസ്ഥതകളുടെയും ഭയം ഉയർത്തുന്നു. പ്രതീക്ഷിച്ചതിലും വളരെ വേഗത്തിലും ചൂടാകുന്നതിന്റെ സൂചനകൾ കൊണ്ട് സമുദ്രോപരിതലത്തിലെ നിരീക്ഷണങ്ങൾ ശക്തമാക്കി വരികയാണ്. ആഗോളതലത്തിൽ റെക്കോർഡ് സമുദ്ര താപനില നിലനിൽക്കെ ഈ വർഷം എൽനിനോയുടെ സാധ്യത വർദ്ധിക്കുന്നതായി നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫെറിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കോപ്പർനിക്കസ് എന്നിവയുടെ സമീപകാല റിപ്പോർട്ടുകൾ ഇത് ഒരു സൂപ്പർ എൽനിനോ ആകാം എന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. എന്താണ് എൽനിനോ? കിഴക്കൻ പസഫിക് സമുദ്രത്തിലെയും മധ്യ പസഫിക് സമുദ്രത്തിലെയും ഉപരിതല ജലത്തിന്റെ അസാധാരണ ചൂടാകൽ മൂലമുണ്ടാകുന്ന ഒരു കാലാവസ്ഥ പ്രതിഭാസമാണ് എൽനിനോ. കാലാവസ്ഥാ രീതികളെ ബാധിക്കുന്ന ഒരു ആഗോള കാലാവസ്ഥാ സംവിധാനമായ എൽനിനോ സതേൺ ഓസിലേഷന്റെ ഒരു ഘടകമാണ്. ദുർബലമായ കാറ്റ് പസഫിക് സമുദ്രത്തിലെ ചൂടുള്ള ജലത്തെ കിഴക്കൻ ദിശയിലേക്ക് അനുവദിക്കുകയും അതുവഴി സാധാരണ സമുദ്ര ചംക്രമണം തടസ്സപ്പെടുത്തുകയും ചെയ്യുമ്പോൾ എൽനിനോ സംഭവിക്കുന്നു. ഇത് മർദ്ദ സംവിധാനങ്ങളെ മാറ്റുന്നു. ഇത് ആഗോള മഴയിലും താപനില ഘടനയിലും മാറ്റങ്ങൾക്ക് കാരണമാകുന്നു. സൂപ്പർ എൽനിനോ പസഫിക് സമുദ്രത്തിലെ താപനം ഗണ്യമായി ഉയരുന്നതും ആഗോള കാലാവസ്ഥാ പ്രത്യാഘാതങ്ങൾ വളരെ കൂടുതലുള്ളതുമായ എൽനിനോയുടെ വളരെ ശക്തമായ ഒരു രൂപമാണ് സൂപ്പർ എൽനിനോ. ഈ വർഷം വേനൽക്കാലത്തിന്റെ അവസാനത്തിലും ശരത്കാലത്തിലുമായി വികസിക്കുന്ന എൽനിനോ ഒരു സൂപ്പർ എൽനിനോ ആയി മാറാനുള്ള സാധ്യത 33% റിപ്പോർട്ട് ചെയ്യുന്നു. 1950 മുതൽ 5 സൂപ്പർ എൽനിനോ സംഭവങ്ങൾ മാത്രമാണ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2015-16 അവസാനമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. സൂപ്പർ എൽനിനോയുടെ പ്രധാന ഘടകങ്ങൾ പസഫിക്കിലെ താപോർജ്ജം വർദ്ധിക്കുന്നു. ഇത് എൽനിനോയുടെ തീവ്രത വർദ്ധിപ്പിക്കുന്നതിന് അനുകൂലമാണ്. ദുർബലമായ വ്യാപാരക്കാറ്റ് ചൂടുവെള്ളത്തിന്റെ പടിഞ്ഞാറോട്ടുള്ള തള്ളൽ കുറയ്ക്കുകയും കിഴക്കൻ പസഫിക് ചൂടാകലിന് കാരണമാവുകയും ചെയ്യുന്നു. 1997-98 പോലെയുള്ള ശക്തമായ സംഭവങ്ങളിൽ ഇത് നിരീക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രധാന ഘടകമാണ്. കാലാവസ്ഥാ വ്യതിയാനം, ഹരിതഗൃഹ വാതക സാന്ദ്രതയിലെ വർധനവ് സമുദ്രത്തിലെ താപത്തിന്റെ അളവ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് സമീപകാല എൽനിനോ സംഭവങ്ങളെ 2015-16 എന്നതിനേക്കാൾ മുമ്പത്തേതിനേക്കാൾ തീവ്രമാക്കുന്നു. സമുദ്രത്തിലെ താപത്തിന്റെ അളവ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് സമീപകാല എൽനിനോ സംഭവങ്ങളെ മുമ്പത്തേതിനേക്കാൾ തീവ്രമാക്കുന്നു. ഇത് ആഗോളതലത്തിൽ നോക്കുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഒരു സൂപ്പർ എൽനിനോ ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തെ തീവ്രമാക്കുന്നു. ഇത് ഒരേ സമയം വരൾച്ചയ്ക്കും ഉഷ്ണതരംഗത്തിനും കാരണമാകുന്നു. ഉദാഹരണത്തിന് 2015-16 റെക്കോർഡ് താപനം, ഓസ്ട്രേലിയൻ വരൾച്ച, തെക്കേ അമേരിക്കൻ വെള്ളപ്പൊക്കം എന്നിവ ഉണ്ടായത് ഇതിന്റെ ഫലമായിട്ടാണ്. കൂടാതെ ഇത് മഴയെയും മൺസൂൺ സംവിധാനങ്ങളെയും തടസ്സപ്പെടുത്തുന്നു. പ്രധാന വിളകളുടെ വിളവ് കുറയ്ക്കുകയും ഭക്ഷ്യവസ്തുക്കളുടെ വില വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. താപനിലയിലെ വർധനവ് മറ്റൊന്നാണ്. സമുദ്രത്തിൽ നിന്ന് സംഭരിച്ചിരിക്കുന്ന താപം അന്തരീക്ഷത്തിലേക്ക് വിടുന്നതിലൂടെ ആഗോള ശരാശരി താപനില ഉയർന്ന നിലയിലേക്ക് എത്തുന്നു. 1997-98, 2015-2016 എൽനിനോ വർഷങ്ങൾ ലോകത്തിലെ ഏറ്റവും ചൂടേറിയ വർഷങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. വ്യാപാര തടസ്സത്തിൽ വരൾച്ച മൂലമുണ്ടായ പനാമ കനലിലെ താഴ്ന്ന ജലനിരപ്പ് ഷിപ്പിംഗ് മന്ദഗതിയിലാക്കുകയും ആഗോള ചരക്ക് ചെലവ് വർദ്ധിപ്പിക്കുകയും ചെയ്തു. 2023-24 വരൾച്ച കനാൽ ഗതാഗതം പ്രതിദിനം 24 കപ്പലുകളിലായി കുറച്ചു. ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാവുന്ന നാശം സമുദ്രതാപത്തിനും വരൾച്ചയ്ക്കും സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. ഇത് പവിഴപ്പുറ്റുകളുടെയും ബ്ലീച്ചിങ്ങിനും കാട്ടുതീക്കും കാരണമാകുന്നുണ്ട്. സൂപ്പർ എൽനിനോ സാധ്യതകൾ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ പരിശോധിക്കുമ്പോൾ സൂപ്പർ എൽനിനോ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴയെ ദുർബലപ്പെടുത്തുകയും പലപ്പോഴും വരൾച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഇത് മൺസൂണിലെ പരാജയം തന്നെയാകുന്നു. ഇന്ത്യയിൽ 10 എൽനിനോ വർഷങ്ങളിൽ 7 വർഷവും സാധാരണയിലും താഴെയാണ് മൺസൂൺ മഴ ലഭിച്ചത്. മഴക്കുറവ് നെല്ല്, പയർവർഗ്ഗങ്ങൾ, എണ്ണക്കുരുക്കൾ എന്നിവയുടെ വിള ഉൽപാദനത്തെ കുറയ്ക്കുന്നു.
2023-24 എൽനിനോ ഇന്ത്യയുടെ കാർഷിക ഉൽപാദനത്തിൽ ഏകദേശം 6.1% ഇടിവിന് കാരണമായി. ഉഷ്ണതരംഗങ്ങളുടെ തീവ്രത കൂടുമ്പോൾ ഇത് മൺസൂണിന് മുമ്പുള്ള താപനില വർദ്ധിപ്പിക്കുകയും ഇന്ത്യയിലുടനീളം ഉഷ്ണതരംഗങ്ങൾ തീവ്രമാക്കുകയും ചെയ്യുന്നു. വടക്കേ ഇന്ത്യയിലും മധ്യ ഇന്ത്യയിലും പതിവായി നീണ്ടു നിൽക്കുന്ന ഉഷ്ണതരംഗങ്ങൾ ഇതിന് ഉദാഹരണമാണ്. കുറഞ്ഞ മൺസൂൺ ജലസംഭരണികളുടെ അളവ് കുറയ്ക്കുകയും കുടിവെള്ള വിതരണത്തെയും ജലവൈദ്യുത ഉൽപാദനത്തെയും ബാധിക്കുകയും ചെയ്യുന്നു. മഹാരാഷ്ട്രയിലും കർണാടകയിലും ജലസംഭരണികളുടെ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. പണപ്പെരുപ്പിലുണ്ടാവുന്ന വർധനവ് വിളനാശം, ഭക്ഷ്യവസ്തുക്കളുടെ വിലയും പണപ്പെരുപ്പവും വർദ്ധിപ്പിക്കുകയും അതേസമയം ഗ്രാമീണ ആവശ്യകതയെ മന്ദഗതിയിലാക്കുകയും ചെയ്യുന്നു. സൂപ്പർ എൽനിനോ വെറുമൊരു കാലാവസ്ഥാ വ്യതിയാനമല്ല, മറിച്ച് ആഗോളതലത്തിൽ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. അത് തീവ്രത വർദ്ധിപ്പിക്കുകയും വ്യവസ്ഥകളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രതിഭാസവുമായി ബന്ധപ്പെട്ട് രാജ്യമെടുക്കുന്ന മുൻകരുതലുകളെ അതീവ ജാഗ്രതയോടെ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.